മലയാള സിനിമയുടെ നാഴികക്കല്ലുകളിൽ ഒന്നാണിത്. പകരം വെക്കാൻ വാക്കുകളില്ല. രമേശ് ചെന്നിത്തല. റിലീസിംഗ് കേന്ദ്രങ്ങളിലെല്ലാം മികച്ച അഭിപ്രായത്തോടെ മുന്നേറുകയാണ് ആടുജീവിതം. ബ്ലസ്സി പൃഥ്വിരാജ് ടീം ആദ്യമായി ഒന്നിച്ച ചിത്രത്തിന് വിവിധ കോണുകളിൽ നിന്നും അഭിനന്ദന പ്രവാഹമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ചിത്രത്തെ പ്രശംസിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് മുതിർന്ന കോൺഗ്രസ് നേതാവും ഹരിപ്പാട് MLA-യുമായ രമേശ് ചെന്നിത്തല. മലയാള സിനിമയുടെ നാഴികക്കല്ലുകളിൽ ഒന്നാണ് ആടുജീവിതമെന്ന് നിസ്സംശയം പറയാമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഫേസ്ബുക്കിലാണ് അദ്ദേഹം സിനിമ കണ്ട അനുഭവം പങ്കുവച്ചത്. സിനിമ കാണുന്നതിന്റെ ചിത്രങ്ങളും അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ട്. സ്വപ്നങ്ങളുമായി വിമാനം കയറി ജീവിതത്തിന്റെ കത്തുന്ന ചിതയിലൂടെ നടന്നു തീരുന്ന ലക്ഷക്കണക്കിന് പ്രവാസികളുണ്ട്. ഹരിപ്പാട് സ്വദേശിയായ നജീബിന്റെ കഥ അതിന്റെ അത്യപാരതകളിലൊന്നാണ്. ബെന്യാമിന്റെ ജീവസുറ്റ അക്ഷരങ്ങൾക്ക് ബ്ലസ്സി ഒരുക്കിയ കരുത്തുറ്റ രംഗഭാഷ പൃഥ്വിരാജ് സ്ക്രീനിൽ ജീവിച്ചു തീർത്തപ്പോൾ കണ്ടിരിക്കുന്നവരുടെ ഹൃദയത്തിൽ കാരമുള്ളുകൊണ്ട് കീറിയ ഒരു നോവുണ്ടാകും. ആടുജീവിതം കണ്ടു. മലയാള സിനിമയുടെ നാഴികക്കല്ലുകളിൽ ഒന്നാണ് എന്ന് നിസ്സംശയം പറയാം. പകരം വെക്കാൻ വാക്കുകളില്ല. രമേശ് ചെന്നിത്തല കുറിച്ചു. രമേശ് ചെന്നിത്തലയുടെ മണ്ഡലമായ ഹരിപ്പാട്ട് നിന്നുള്ളയാളാണ് ആടുജീവിതം നോവലിനും സിനിമയ്ക്കും പ്രേരണയായ നജീബ്. 16.7 കോടി രൂപയാണ് ആടുജീവിതത്തിന്റെ ആദ്യദിന ആഗോള കളക്ഷൻ. ഫാൻസ് ഷോകൾ ഇല്ലാതിരുന്നിട്ടും ചിത്രം കേരളത്തിൽ നിന്ന് മാത്രം 5 കോടി രൂപയാണ് സ്വന്തമാക്കിയത്. ലോകമെമ്പാടുമുള്ള 1724 സ്ക്രീനുകളിൽ നിന്നാണ് ചിത്രം ഈ നേട്ടം കൈവരിച്ചത്. 2008 ആരംഭിച്ച ആടുജീവിതം വർഷങ്ങളുടെ തയ്യാറെടുപ്പുകൾക്കൊടുവിൽ 2018 ചിത്രീകരണം ആരംഭിച്ചത്. ഏറ്റവും അധികം നാളുകൾ നീണ്ടുപോയ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് കഴിഞ്ഞ വർഷം ജൂലൈ 14 പൂർത്തിയായത്. ജോർദാനിലായിരുന്നു ചിത്രത്തിന്റെ മുഖ്യ പങ്കും ഷൂട്ട് ചെയ്തത്. നേരത്തെ കമൽഹാസൻ, മണിരത്നം, രാജീവ് മേനോൻ, തെലുങ്ക് സംവിധായകനായ അജയ് ഭൂപതി, ഛായാഗ്രഹൻ രവി കെ ചന്ദ്രൻ തുടങ്ങി നിരവധി പേർ ആടുജീവിതത്തിന് ആശംസകളും അഭിനന്ദനങ്ങളും അറിയിച്ചു.